friends, welcome to I Choose New World. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ട്രെൻഡ് ആയിട്ടുള്ള ഫുൾ ജാർ സോഡയ്ക്ക് ശേഷം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കുടം കലക്കിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുടം കലക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു മൺകുടം വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു മൺകുടം എടുത്തു വെച്ചിട്ടുണ്ട്. ജ്യൂസ് ഗ്ലാസിന്റെ അളവിൽ പറയുകയാണെങ്കിൽ 2.5 ഗ്ലാസ് ജ്യൂസ് കൊള്ളുന്ന ഒരു കുടമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇതിനേക്കാൾ ചെറിയ കുടം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിന്റെ അളവാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ കുടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഈ കുടം കലക്കി ഞാനിവിടെ അനാർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 അനാർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതേ റെസിപ്പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഓറഞ്ച് വെച്ചിട്ടും പാഷൻ ഫ്രൂട്ടും വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇതിന്റെ സീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2ആയി മുറിച്ചിട്ട് ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ വെയിറ്റ് ഉള്ള സാധനം കൊണ്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ സീഡ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 2 അനാറിന്റെ സീഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജ്യൂസ് ആക്കി എടുക്കണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ 2 അനാറിന്റെ ജ്യൂസ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നന്നാരി സർബത്താണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് നന്നാരി സർബത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ മധുരം ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഈ നന്നാരി സർബത്തിലുള്ള മധുരം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും സോഡയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുടം കലക്കി തയ്യാറാക്കാം. ആദ്യം നമുക്ക് കുടത്തിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള അനാറിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സോഡ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കുടം കലക്കി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കുടം കലക്കി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.